ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെഇ മെയിൻസ് 2024 ചോദിച്ച മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇത് ജെഇ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടു കഴിയുമ്പം നീറ്റിന്റെ വിദ്യാർത്ഥികൾ ഇത് ചെയ്യാതിരിക്കരുത്. ക്വസ്റ്റ്യൻസ് ഏത് കിട്ടിയാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഗുണമേ ഉള്ളൂ. സോ എല്ലാ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Two coordinates of particle moving in xy plane are given by. അതായത് എക്സ് ആക്സിസിലും, അതായത് അതിന്റെ മോഷനുള്ള എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും ചേഞ്ചസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കാം, നമുക്ക് ഇതൊരു 2 ഡയമെൻഷണൽ രണ്ട് ആക്സിസിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഈ മോഷൻ നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ്, അതായത് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിളിന്റെ മോഷൻ ഏതാണെന്ന് ഈ ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യാനാണ്. അപ്പൊ നമ്മൾക്ക് ആദ്യം അറിയേണ്ടത് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ പവർ എന്ന് പറയുന്നത് ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനും ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പവറുകളുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് രണ്ട് ഇക്വേഷൻസും ഒന്ന് രണ്ട് കോൺസെപ്റ്റുകളും പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കീ കോൺസെപ്റ്റിലേക്ക് ആദ്യം ഒന്ന് പോകാം. ശ്രദ്ധിച്ചിരിക്കുക, ട്രജക്ടറി ഓഫ് എ മോഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിക്കുക, ഞാൻ രണ്ട് ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താ? സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് എന്താ? y ഈക്വൽ ടു mx പ്ലസ് c. അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. വേർ m ഈസ് നോൺ ആസ് സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടാൻ തീറ്റ എന്നൊക്കെ എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ഇക്വേഷനിൽ എം സ്ലോപ്പ് പോസിറ്റീവ് ആണ്. സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഇനി സപ്പോസ് ഇവിടെ എം നെഗറ്റീവ് ആയാൽ അത് സ്ലോപ്പ് നെഗറ്റീവ് ആണെന്നാണ് അർത്ഥം. അപ്പൊ ഗ്രാഫ് താഴേക്ക് വരും. പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഒബ്റ്റ്യൂസ് ആയിട്ട് മാറും. അതേപോലെ സി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഇന്റർസെപ്റ്റ് ആണ്. വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും വൈ ആക്സിസിൽ ഇത് എത്ര ഷിഫ്റ്റ് ആയി കിടക്കുന്നു എന്നാ. സപ്പോസ് ഇവിടെ സി എന്ന് പറഞ്ഞൊരു ടേം ഇല്ല, അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഇല്ല എന്ന് വിചാരിക്കും. ഈ സ്ട്രെയിറ്റ് ലൈൻ ഒറിജിനിൽ നിന്ന് പോകും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാര്യം ഈ ഗ്രാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കപ്പോഴും എക്സാമിന് ചോദിച്ച് കാണുന്നതാണ്. അതേപോലെ അടുത്ത ഞാനൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. പാരബോളിക് പാത്തിന്റെ ഇക്വേഷൻ ആണ് എന്താ? y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇതിൽ നിന്നും വളരെ ബേസിക് കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ഒരു പാരബോളിക് പാത്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡ്രോ ചെയ്യുന്നത് ഒരു പാരാബോള ആണെങ്കിൽ, അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനോടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. y ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജെഇ മെയിൻസ് 2024 ചോദിച്ച ഈ കോൺസെപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ അത് എങ്ങനെ ആപ്ലിക്കബിൾ ആവുന്നു എന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾക്ക് ക്വസ്റ്റ്യനകത്ത് എക്സ് വൈ രണ്ട് ഡയറക്ഷനിലേക്കുള്ള മോഷൻസിന്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. എക്സ് ആക്സിസിലുള്ള ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 4t. എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 4t. സിമിലർലി നമുക്ക് y തന്നിട്ടുണ്ട്. y ഇസ് ഈക്വൽ ടു 3t പ്ലസ് 8t സ്ക്വയർ. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ തന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും, ഏത് എക്സാം ഹാളിൽ ഇരുന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും എപ്പോഴും ഓർമ്മ വെക്കേണ്ട കാര്യം, ഓപ്ഷനിലേക്ക് ഒരു കണ്ണ് ഓടിച്ചിരിക്കണം. ഓപ്ഷനുമായിട്ടുള്ള ഒരു ബോധം, എന്താണ് ഓപ്ഷനിൽ വരുന്നത് അതിനെപ്പറ്റി ഒരു കൺസേൺ നമുക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഓപ്ഷനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ നോൺ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണെന്ന് പറയുന്നു. അതേപോലെ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണെന്ന് പറയുന്നു. അപ്പൊ ഇത് ഏത് ടൈപ്പ് മോഷൻ ആണ്? പിന്നെ നമുക്ക് പാത്തുകളെ പറ്റി സംസാരിക്കാം. ആദ്യം ഇത് ഏത് ടൈപ്പ് മോഷൻ ആണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ പഠിക്കുക. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 4t എന്നല്ലേ. ഇവനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അവിടുന്ന് വെലോസിറ്റി കിട്ടും അല്ലെ. എക്സിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അപ്പൊ എക്സിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി എല്ലാം എക്സ് ആക്സിസ് കിട്ടും. വെലോസിറ്റി എല്ലാം എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് dx ബൈ dt എടുത്താൽ മതി. ഇവനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 പ്ലസ് 4t, 2 കോൺസ്റ്റന്റ് ആണ്, 0 ആയിപ്പോയി. 4t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് വെലോസിറ്റി എല്ലാം എക്സ് ഡയറക്ഷൻ കിട്ടി, 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലായി. മക്കളെ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ ആക്സിലറേഷൻ എന്താടാ? 0 ആയിപ്പോയി. അപ്പൊ ആക്സലറേഷൻ എല്ലാം എക്സ് ആക്സിസ് 0 ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അവിടെ തന്നെ ആ കോൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് വൈ ഡയറക്ഷനിലേക്ക് പോകാം.
വൈ ഡയറക്ഷനിൽ നിങ്ങൾ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വെലോസിറ്റി എല്ലാം വൈ ഡയറക്ഷൻ കിട്ടും. അതെന്ന് പറയുന്നത് dy ബൈ ഡി ടി ആണ്, dy ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. സോ വൈനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തേ, 3t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 കിട്ടും, 8t² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 16t കിട്ടും. എല്ലാവർക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ അറിയാം എന്ന വിശ്വാസത്തോടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണെന്ന് അറിയാം. സോ ഇവനെ ഒരു തവണ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ എല്ലാം വൈ ഡയറക്ഷൻ കിട്ടും. 3 എന്ന് പറയുന്നത് അല്ലെ 3 പ്ലസ് 8 ഇൻറ്റു അല്ലെ 16t കിട്ടി. സോ ഇവിടുന്ന് 3 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടി, 16t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അഗൈൻ നമുക്ക് 16 കിട്ടി. സോ ആക്സിലറേഷൻ എലോങ് വൈ ഡയറക്ഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി, 16 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 16 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. 16 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് അത് ത്രൂ ഔട്ട് ജേണിയിൽ പൊക്കോണ്ടിരിക്കുന്നത്. ആക്സിലറേഷൻ വൈ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രൊജക്ടൈൽ മോഷൻ പഠിച്ചിട്ടുള്ളതാണ്. പ്രൊജക്ടൈൽ മോഷനിൽ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷനോ അല്ലെങ്കിൽ ഒബ്ലിക് പ്രൊജക്ടൈൽ മോഷനോ ഒക്കെ നിങ്ങൾ എടുത്തോളൂ. അവിടുന്ന് തന്നെ ആൻസർ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷനോ ഒരു ഒബ്ലിക് പ്രൊജക്ടൈൽ മോഷനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ലോങ് എക്സ് ഡയറക്ഷൻ 0 ആണ്. മറിച്ച് ഒരു ഒബ്ലിക് പ്രൊജക്ടൈൽ മോഷനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആക്സിലറേഷൻ എല്ലാം വൈ ഡയറക്ഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടെന്ന് അറിയാം. അതായത് വൈ ഡയറക്ഷനിൽ മാത്രമേ ആക്സിലറേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഏത് പാത്താണ്? അതൊരു പാരബോളിക് പാത്താണ്. വളരെ ഈസി ആയിട്ട് ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. എന്തായിരുന്നു ആക്സിലറേഷൻ കിട്ടിയത്? എത്ര എന്ന മക്കളെ? ആക്സിലറേഷൻ 16 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ആ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ ആക്സിലറേഷൻ. സോ അതൊരു പാരബോളിക് പാത്ത് എന്ന് വളരെ ഈസി ആയിട്ട് പറയാം. സോ ആൻസർ ഏത് വരും? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഹാവിംഗ് മോഷൻ എല്ലാം പാരബോളിക് പാത്ത് എന്ന് വളരെ ഈസി ആയിട്ട് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. എങ്കിലും ഇത് കുറച്ചുകൂടെ എല്ലാവർക്കും ഇവിടുന്ന് തന്നെ അത് കത്തണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ഇതിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ നമുക്ക് അതിനെ ഒന്ന് കൺഫർമേഷൻ, ഇവിടെ കൊണ്ട് ആൻസർ കഴിഞ്ഞു, പക്ഷെ ഒന്ന് കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ ഒന്നുകൂടി ചെയ്തു നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ മക്കൾ, അപ്പൊ നമുക്ക് ഇവിടെ ഇതൊന്ന് കൺഫർമേഷൻ എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു, നമുക്ക് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്ര? എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് 4t വാല്യൂ തന്നിട്ടുണ്ട്. അതേപോലെ വൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3t പ്ലസ് 8t². വൈയുടെ വാല്യൂ നമുക്ക് ഗിവൺ ആണ്. y ഇസ് ഈക്വൽ ടു 3t പ്ലസ് 8t². അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമുക്ക് എക്സ് ഡയറക്ഷന്റെ ഇക്വേഷനിൽ നിന്ന്, എക്സ് ആക്സിസിലുള്ള മോഷന്റെ ഇക്വേഷനിൽ നിന്ന് എനിക്ക് ഇവിടുന്ന് ടൈം കണ്ടുപിടിച്ചുകൂടെ? വാട്ട് ഈസ് 4t? 4t ഈക്വൽ ടു എക്സ് മൈനസ് 2. therefore t ഈക്വൽ ടു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. ടിയുടെ വാല്യൂ വളരെ ഈസി ആയിട്ട് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ അതൊന്ന് കൺഫേം ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ടിയുടെ വാല്യൂ കിട്ടി. ഈ ടിയുടെ വാല്യൂ നിങ്ങൾക്ക് വൈ ആക്സിസിലെ ഈ ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? സോ നമുക്ക് ഫൈനലി y ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ടിയുടെ വാല്യൂ എത്ര മക്കളെ? എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 4. എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 8 ഇൻറ്റു t². ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ സ്ക്വയർ. ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഫർദർ എക്സ്പാൻഡ് ചെയ്തെടുക്കാം. ഫർദർ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് a-b ദ ഹോൾ സ്ക്വയർ ഒക്കെ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവിടെ 16 വരും, 8 ഒക്കെ വെച്ച് കട്ട് ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എടുക്കാം. എന്നാലും നിങ്ങൾക്ക് ഫൈനലി കിട്ടാൻ പോകുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കോൺസെപ്റ്റിൽ പറഞ്ഞതല്ലേ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അതായത് y is equal to ax² പ്ലസ് bx പ്ലസ് c എന്ന ഫോർമാറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് എന്തായിരിക്കണം? ഒരു പാരബോളിക് പാത്ത് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു പാരബോളിക് പാത്തിന്റെ ഇക്വേഷൻ തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ആക്സിലറേഷന്റെ വാല്യൂ കിട്ടിയത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെടുത്ത ആൻസർ പക്കയാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എലോങ് എ പാരബോളിക് പാത്ത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക മക്കളെ. അപ്പൊ പുതിയൊരു കോൺസെപ്റ്റുമായിട്ട് പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.